എണ്ണൽ സംഖ്യകളുടെ വർഗം കാണുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു. ഇനി ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. വശങ്ങളുടെയെല്ലാം നീളം 3.7 മീറ്ററായ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? സമചതുരത്തിന്റെ പരപ്പളവ് വശം ഗുണിക്കണം വശം അഥവാ വശത്തിന്റെ വർഗമാണല്ലോ. അതിനാൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് 3.7ന്റെ വർഗമായിരിക്കുമല്ലോ. 3.7ന്റെ വർഗം എന്നാൽ 3.7 ഗുണിക്കണം 3.7 ആണല്ലോ. ഇതിനെ ഭിന്നരൂപത്തിലേക്ക് മാറ്റിയാൽ 37 ഹരിക്കണം 10 ഗുണിക്കണം 37 ഹരിക്കണം 10 എന്ന് ലഭിക്കുമല്ലോ. ഇത് 37ന്റെ വർഗത്തെ 100 കൊണ്ട് ഹരിച്ചതാണല്ലോ. 37ന്റെ വർഗം കാണാൻ നമുക്കറിയാം. അത് 1369 ആണെന്ന് കാണാം. അതിനാൽ 3.7ന്റെ വർഗം 1369 ഹരിക്കണം 100 അഥവാ 13.69 ആണ്. അതായത് ഈ സമചതുരത്തിന്റെ പരപ്പളവ് 13.69 ചതുരശ്ര മീറ്റർ ആണ്. ഭിന്നരൂപത്തിലേക്ക് മാറ്റാതെയും ഇത് ചെയ്യാം. വശങ്ങളുടെ നീളം 3.7 മീറ്ററായ ഒരു സമചതുരം പരിഗണിക്കാം. വശങ്ങളെയെല്ലാം 3 മീറ്ററും 0.7 മീറ്ററുമായി മുറിക്കാം. ഇപ്പോൾ സമചതുരം 4 ഭാഗങ്ങളായല്ലോ. ഓരോന്നിന്റെയും പരപ്പളവ് കാണാം. ഇതിന്റെ വശങ്ങൾ 3ഉം 3ഉമാണല്ലോ. അതിനാൽ ഇതിന്റെ പരപ്പളവ് 3ന്റെ വർഗമാണ്. ഈ ചതുരത്തിന്റെ നീളം 3 മീറ്ററും വീതി 0.7 മീറ്ററുമാണല്ലോ. അതിനാൽ ഇതിന്റെ പരപ്പളവ് 3 ഗുണിക്കണം 0.7 ആണ്. അതുപോലെ ഈ ചതുരത്തിന്റെ നീളം 3 മീറ്ററും വീതി 0.7 മീറ്ററുമാണല്ലോ. അതിനാൽ ഇതിന്റെ പരപ്പളവും 3 ഗുണിക്കണം 0.7 ആണ്. ഇതിന്റെ വശങ്ങൾ 0.7 മീറ്ററും 0.7 മീറ്ററുമാണ്. അതിനാൽ ഇതിന്റെ പരപ്പളവ് 0.7ന്റെ വർഗമാണ്. ഇവയെല്ലാം കൂട്ടിയാൽ ആകെ പരപ്പളവ് ലഭിക്കുമല്ലോ. അതായത് 3.7ന്റെ വർഗം 3ന്റെ വർഗം പ്ലസ് 3 ഗുണിക്കണം 0.7 ഗുണിക്കണം 2 പ്ലസ് 0.7ന്റെ വർഗം. ക്രിയകൾ ചെയ്താൽ 3.7ന്റെ വർഗം 13.69 ആണെന്ന് കാണാം. എണ്ണൽ സംഖ്യകളുടെ വർഗം കളം വരച്ച് കണക്കാക്കിയതുപോലെ ഈ വർഗവും കണക്കാക്കാമല്ലോ. ചിത്രം വരക്കാതെ കളങ്ങൾ മാത്രം വരച്ച് 5.8ന്റെ വർഗം കണക്കാക്കാം. 5.8 എന്നാൽ 5 പ്ലസ് 0.8 ആണല്ലോ. അഞ്ച് 0.8ന്റെ വർഗം 5 സ്ക്വയർ പ്ലസ് 5 ഗുണിക്കണം 0.8 ഗുണിക്കണം 2 പ്ലസ് 0.8ന്റെ വർഗം. ക്രിയകൾ ചെയ്താൽ 5.8ന്റെ വർഗം 33.64 ആണെന്ന് കാണാം. ഇനി കളങ്ങൾ വരക്കാതെയും ഇതുപോലെയുള്ള വർഗങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. 13.9ന്റെ വർഗം കാണാം. 13.9 എന്നാൽ 13 പ്ലസ് 0.9 ആണല്ലോ. അതിനാൽ 13.9ന്റെ വർഗം എന്നത് 13ന്റെ വർഗം പ്ലസ് 13 ഗുണിക്കണം 0.9 ഗുണിക്കണം 2 പ്ലസ് 0.9ന്റെ വർഗമായിരിക്കുമല്ലോ. 13ന്റെ വർഗം കാണാൻ നമുക്കറിയാം. അത് 169 ആണെന്ന് കാണാം. 13 ഗുണിക്കണം 0.9 ഗുണിക്കണം 2 23.4 ആണ്. 0.9ന്റെ വർഗം 0.81 അപ്പോൾ 13.9ന്റെ വർഗം 169 പ്ലസ് 23.4 പ്ലസ് 0.81 ആയിരിക്കുമല്ലോ. കൂട്ടിയാൽ 193.21 എന്ന് ലഭിക്കും. അതായത് 13.9ന്റെ വർഗം 193.21 ആണ്. ഇതുപോലെ കൂടുതൽ ദശാംശ സംഖ്യകൾ എടുത്ത് വർഗം കണ്ടുപിടിച്ചു നോക്കൂ.